أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ പ്രിയപ്പെട്ട ബ്രൈറ്റ് അക്കാദമിയിലെ പഠിതാക്കളെ, നമ്മൾ ഇന്ന് കാറ്റഗറി 4-3 അറബിക്കിന്റെ 2024 ഏപ്രിൽ നടന്നിട്ടുള്ള PYQവിന്റെ ഡിസ്കഷൻ ആണ് ഉള്ളത്. അപ്പോ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഫാക്ടറിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് 3ാമത്തെ ക്ലാസ്സിലാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് 45ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ നമുക്കിനി ബാക്കി ചില ചോദ്യങ്ങളിലേക്കാണ് ഇനി കടക്കേണ്ടതുള്ളത്. അപ്പോ ഇന്ന് നമ്മൾ ആദ്യമായി കൊണ്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം എന്നുള്ളത് ഇവാലുവേഷൻ എന്ന ഒരു ഭാഗമാണ്. ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ നമ്മളെ ഏതൊരു പഠന രംഗത്തും അല്ലെങ്കിൽ ഏതൊരു രംഗത്തും നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മുടെ പഠന രംഗത്ത്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ പഠനത്തെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അധ്യാപകന്റെ ധർമ്മമാണ്. അത് തന്നെയാണ് ഇവാലുവേഷൻ മുന്നോട്ട് വെക്കുന്നതും അതോടൊപ്പം അത് തന്നെയാണ് വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇവാലുവേഷനിലൂടെ മാത്രമേ കൃത്യമായിട്ട് ഒരു പഠനത്തിൽ കുട്ടിയുടെ പുരോഗതിയും അതോടൊപ്പം തന്നെ കുട്ടിയുടെ കുറവുകളും കാര്യങ്ങളൊക്കെ ഒരു അധ്യാപകന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോ ഇവാലുവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ദീർഘകാലം, അതായത് അവന്റെ പഠനം തുടങ്ങിയത് മുതൽ അവന്റെ പഠനം അവസാനിക്കുന്നത് വരേക്കും, അത് എത്ര വർഷമാണോ നീണ്ടു നിൽക്കുന്നത് അത്രയും വർഷം ഇവാലുവേഷൻ എന്ന പ്രോസസ്സും നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ടൈപ്സ് തന്നെ, പല ടൈപ്പുകളുണ്ട് എന്നുള്ളതാണ്. അത് അത്തരത്തിലുള്ള പല ടൈപ്പുകൾ വരാൻ കാരണം പോലും ഇവാലുവേഷൻ എന്ന പ്രോസസ്സിന് അത്ര വലിയ ഒരു ഒരു സ്വാധീനമൊക്കെ എന്തിനുണ്ട്, എഡ്യൂക്കേഷൻ രംഗത്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവാലുവേഷൻ ഇത്രയധികം സ്വാധീനം നമുക്ക് കാണുക. അപ്പോ ഈ ഒരു സിനാരിയോയില് പല ടൈപ്പ് ഓഫ് ഇവാലുവേഷനെ പറ്റിയിട്ടും പല കൺസെപ്റ്റ്, ഇവാലുവേഷൻ എന്നുള്ള ഒരു ബ്രോഡ് ടോപ്പിക് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ വലിയൊരു ടോപ്പിക്കിലെ വളരെ ചെറിയ ചോദ്യങ്ങളിലൂടെയാണ് നമുക്ക് ഇൻഷാല്ല കടക്കേണ്ടത്. അപ്പോ ഫസ്റ്റ് ചോദ്യം ഇതാണ്. അമലിയത്തൻ, ഒരു പ്രവർത്തനമാണ്. ഡേഷ്, എന്തോ ഒരു പ്രവർത്തനത്തെ കുറിച്ച് പറയാണ്. ഇബാറത്തുൻ, അതെന്താണ്, ഒരു ഇബാറത്താണ്. ഇബാറത്ത് എന്ന് വെച്ചാൽ ഒരു ടെർമിനോളജിയാണ്. അൻനിഷാത്തിൻ ഇദാരിൻ, എന്താണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള പ്രവർത്തനത്തിനെ പറ്റി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. യുക്കയ്യിസു, അതിൽ അളക്കുന്നു. ബിദുക്കത്തി മുദാ തഹ്ഖീഖിൽ അഹ്ദാഫിൽ മത്ലൂബ. ബിദുക്കത്തി എന്ന് വെച്ചാൽ അതിന്റെ എന്താണ്, വളരെ ഡീപ്പായിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ട് അതിനെ അളക്കുന്നു. മദാ തഹ്ഖീഖിൽ അഹ്ദാഫിൽ മത്ലൂബ, എത്രത്തോളമാണ് ഒരു വിദ്യാർത്ഥി അവന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചത്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ല, എന്തോ ഒരു സംഭവം ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ചതിന്റെ എത്രത്തോളമാണ് എന്ന് അളക്കുന്ന പ്രവർത്തനം എന്താണെന്നുള്ളതാണ്. തദ്രീസ്, ടീച്ചിങ് ആണോ? തക്വീം, ഇവാലുവേഷൻ ആണോ? തഅലീം, ടീച്ചിങ് ആണോ? തഅല്ലും, ലേണിംഗ് ആണോ? ഏതാണ് ഈ പറയുന്ന ഈ ഒരു പ്രോസസ്? ഏതാണ്? ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഓക്കെ, ഇവാലുവേഷനെ പറ്റിയിട്ടാണ് ഇത്തരത്തിലൊരു നമുക്കൊരു ഇത് കാണാൻ കഴിയാം. നമുക്ക് ഇത്തരത്തിലൊരു നിർവചനം കാണാൻ പറ്റുക. അപ്പം ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും അവന്റെ ഇവാലുവേഷൻ, അവന്റെ ഈ അധ്യാപനത്തിൽ, അവന്റെ വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു എന്നതിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്ന സാധനമാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്.
ഇവാലുവേഷൻ പ്രോസസ് എന്ന ഒരു പ്രിൻസിപ്പൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ അമലിയത്തൻ ലാ തുർത്തബിത്ത് ബിൽ അഹദാഫ്, എന്താണ് ഒബ്ജക്റ്റീവ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രവർത്തനമാണ് ഈ പറയുന്ന ഇവാലുവേഷൻ എന്നുള്ളത്. അമലിയത്തൻ മുസ്തമിറത്ത തുവാലാം, ഒരു നീണ്ട ഒരു വർഷക്കാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണെന്നുള്ളതാണ്. വസീലത്തിൻ ഇലാ തഹ്സീനിൽ അദാ, ഒരു വിദ്യാർത്ഥി അവന്റെ എന്താണ് അദാകളെ അല്ലെങ്കിൽ അവൻ അധ്യാപകന് തിരിച്ച് അവന്റെ റെസ്പോണ്ടുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവാലുവേഷൻ എന്നുള്ളത്. വസീലത്തുല തത്വീർ, ഒരു വിദ്യാർത്ഥിയുടെ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ എന്താണ് അതിലേക്ക് സഹായകരമാകുന്ന ഒരു ഉൽപ്പത്തി പ്രവർത്തനമാണ് ഈ പറയുന്ന ഇവാലുവേഷൻ എന്നുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇവാലുവേഷന്റെ പ്രോസസ്സുമായി റിലേറ്റബിൾ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? വാലുവേഷന്റെ പ്രോസസ്സുമായി റിലേറ്റബിൾ അല്ലാത്തതെന്ന് പറയുന്നത് ലക്ഷ്യവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോഴാണ്. അപ്പൊ ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി അവന്റെ എന്താണ് എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ എത്രത്തോളം അവൻ എന്താണ് ഗെയിൻ ചെയ്തു, അവൻ അത് എത്രത്തോളം അവൻ നേടിയെടുത്തു, ഇക്തിസാബ് ചെയ്തു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താണ് ചെക്കബിൾ പ്രോസസ് ആണ് ഈ പറയുന്ന തക്വീം എന്ന് പറയാം, ഇവാലുവേഷൻ എന്ന് പറയാം. അപ്പോ അവന്റെ ലക്ഷ്യം, അതിപ്പോ ഒരു വിദ്യാർത്ഥി ഒരു കരിക്കുലം ഓഫ് ഇയറിൽ ഒരുപാട് ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കേണ്ടി വരും. അവന്റെ ബിഹേവിയറൽ ചേഞ്ചസ്, അതോടൊപ്പം തന്നെ സോഷ്യോ ഇക്കണോമിക്കൽ ആയിട്ടുള്ള അവന്റെ ഇടപെടലുകള്, അതോടൊപ്പം തന്നെ അവന്റെ പൊളിറ്റിക്കൽ മാനേഴ്സ് രൂപപ്പെടുന്നത്, അതോടൊപ്പം തന്നെ അവന്റെ നോളജ് ഇംപ്രൂവ് ചെയ്യൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് ലക്ഷ്യങ്ങളായിരിക്കും ഒരു പർട്ടിക്കുലർ ഇയറിൽ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യേണ്ടത്, അക്വയർ ചെയ്യേണ്ടത്. അപ്പോ ആ സംഭവങ്ങളൊക്കെ തന്നെയും ഇവാലുവേഷൻ എന്ന പ്രോസസ്സിൽ നമ്മൾ അത് ഉൾപ്പെടുത്താറുണ്ട്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ. ആ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ഓരോ തവണയും ആ കുട്ടിയെ പ്രോജക്റ്റ് ആയിക്കൊണ്ടും സെമിനാർ ആയിക്കൊണ്ടും അസൈൻമെന്റ് ആയിട്ട് കൊടുക്കേണ്ട എന്താണ് അവന്റെ വിദ്യാർത്ഥിയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിൽ ഇംപ്രൂവ് ചെയ്യപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭവങ്ങളായിരിക്കണം എന്നുള്ളതാണ്, അതിന് സഹായകരമാകുന്ന ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇവാലുവേഷൻ ചെയ്യപ്പെടുന്നതിലൂടെ അതിന്റെ പ്രോസസ്സിനെ നമുക്ക് കുട്ടിയുടെ കഴിവിനെ കൂട്ടിയെടുക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങൾ, അഹദാഫുകൾ എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ്സുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവാലുവേഷൻ പ്രോസസ് ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെടാത്തതല്ല. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാനൊരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പം അൽ ഇഖ്തിബാറു ഡേഷ് മിന തക്വീമിൽ മുസ്തമിറുൽ മുസ്തഅബ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനിൽ പെടുന്ന ടെസ്റ്റ് ഏതാണെന്നാണ്. അപ്പൊ പലതരത്തിലാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു മോഡ് ഓഫ് ടെസ്റ്റ് ഈ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനിൽ പെട്ടതാണ്. ഓപ്ഷൻ എ ഇഖ്തിബാറു ദൗരി, ടെർമിനൽ ടെസ്റ്റുകളാണ്. ഓപ്ഷൻ ബി ഇഖ്തിബാർ ഫസ്ലു ദിറാസി, ക്ലാസ് ടെസ്റ്റുകൾ. ഫസ്ലു ദിറാസി എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ടെസ്റ്റുകൾ എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇഖ്തിബാർ സൊഫി, ക്ലാസ് ടെസ്റ്റ്. ഇഖ്തിബാർ സനവി, ഇയർ ടെസ്റ്റ്. അതായത് വാർഷിക പരീക്ഷ, ആനുവൽ എക്സാം. അപ്പോ ഇതിന്റെ അകത്ത് ഏത് ടെസ്റ്റുകളോ എക്സാമുകളാണ് ഈ പറയുന്ന കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ പെടുന്നതെന്നാണ്? ടെർമിനൽ ഇവാലുവേഷൻ ആണോ, യൂണിറ്റ് ടെസ്റ്റുകളാണോ, ക്ലാസ് ടെസ്റ്റുകളാണോ, അതല്ല ഇയർ എക്സാം ആണോ? നമുക്ക് ആൻസർ നോക്കാം. ക്ലാസ് എക്സാമുകളാണ്, ഇഖ്തിബാറു അൽ സൊഫി എന്നുള്ളതാണ്. ക്ലാസ് എക്സാമുകളാണ് ഈ പറയുന്ന കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ലാ തസിഹു അൻ ഖസായിസു തഖ്വീമുൽ മുസ്തമിർ, ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ പ്രത്യേകതകളിൽ പെടാത്തത് എന്നാണ്. യുറക്കിസു അലാ സുലൂക്കുൽ മുതഅല്ലിം, ഒരു വിദ്യാർത്ഥിയുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
യഹ്മിലു അല മഹാറത്തുൽ മുതഅല്ലിം, ഒരു വിദ്യാർത്ഥിയുടെ കഴിവിനെ, യഹ്മില എന്ന് വെച്ചാൽ തകർക്കുക, മോശപ്പെടുത്തുക, കുറയ്ക്കുക എന്നൊക്കെയാണ്. യുറായി ഷഖ്സിയത്ത് ത്വാലിബ്, വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തെ പരിഗണിക്കുന്നു. യുറായി നഫ്സിയത്ത് ത്വാലിബ്, ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയെ പരിഗണിക്കുന്നു. ഇതിലേതാണ് കണ്ടിന്യൂസ് ഇവാലുവേഷനിൽ പെടാത്തത്, അതിന്റെ പ്രത്യേകതകളിൽ പെടാത്തത്? ഏതാണ്? ഏതായിരിക്കും? ഓക്കെ, നമുക്ക് നോക്കാം. യഹ്മിലു അലൽ മഹാറത്തുൽ മുതഅല്ലിം എന്നുള്ളതാണ്. യഹ്മിലു അലൽ മഹാറത്തുൽ മുതഅല്ലിം എന്നുള്ളത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഓക്കെ, കാരണം ഒരിക്കലും ഈ കണ്ടിന്യൂസ് ഇവാലുവേഷനിലൂടെ വിദ്യാർത്ഥിയുടെ കഴിവിനെ കുറയ്ക്കോ? നിങ്ങൾ പറയാട്ടോ ആൻസർ. ഒരു ഇൻട്രഡക്ഷൻ, ഒരു എന്താണ്, ഒരു ഇന്ററാക്ഷൻ മോഡിലേക്ക് ക്ലാസ് മാറേണ്ടതുണ്ട്. ആരൊന്നും മിണ്ടുന്നില്ല. കുട്ടിയുടെ കഴിവിനെ കുറയ്ക്കോ നമ്മളിങ്ങനെ അവരെ നിരന്തരം ചെക്ക് ചെയ്യുന്നതിലൂടെ? പകരം എന്താ ചെയ്യാ? കഴിവ് കൂട്ടുകയാണ്. കഴിവ് എന്തേ തന്നെ പതിയെ എന്ത് ചെയ്യും, കൂട്ടി കൊണ്ടുപോവുകയൊക്കെ ചെയ്യലുണ്ടാവാന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അതിലേക്ക് കടക്കാണ്. പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റി. ഓക്കെ, പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ് എന്ന ഒരു വ്യക്തിത്വങ്ങളുണ്ട്. അസ്ഹാബി പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ് പല ടൈപ്പ് ആൾക്കാരുണ്ട്, നമുക്ക് പറയാനുണ്ട്. അപ്പം അതിന്റെ അകത്തിൽ പെട്ട ആൾക്കാർ ആരൊക്കെയാണ്? ആക്കത്തു ദിഹിനിയ, ബുദ്ധിപരമായിട്ട് വൈകല്യങ്ങൾ ഉള്ളവര്. അൽ ഹിലലു നഫ്സി, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവര്. ലുഉഫുൽ ബസർ, കാഴ്ചയില്ലാത്തവര്. അപ്പം ജമീഉ മാ ദക്കർ, ഈ പറയപ്പെട്ടവയല്ല. അപ്പൊ ഇതിന്റെ അകത്ത് പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ് എന്ന് പറയുന്ന ഗണത്തിൽ പെട്ടത് ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാരാണോ? മാനസികപരമായ വെല്ലുവിളികൾ നേരിടുന്നവരാണോ? കാഴ്ച പരിമിതികൾ ഉള്ളവരാണോ? ഈ പറയപ്പെട്ടവ എല്ലാവരും ഉണ്ടോ എന്നുള്ളതാണ്. ഈ പറയപ്പെട്ടവ എല്ലാവരും എന്തുണ്ട്? ഈ പറയുന്ന പീപ്പിൾ വിത്ത് ഡിസേബിലിറ്റീസ് എന്ന ഒരു ടോപ്പിക്കിലുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരു ടോപ്പിക് നമ്മുടെ കഴിഞ്ഞ നമ്മുടെ സെഷനിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് തഅലീമുൽ മുതവമ്മി, ഇൻക്ലൂസീവ് ഇവാലുവേഷൻ എന്നുള്ളത്. ഇൻക്ലൂസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് റൂമിനുള്ളിൽ നമ്മൾ അനിവാര്യമാക്കണം എന്ത്? ഇത്തിഹാദ ജൗവിൻ ബുദ്ധിയൻ, ഒരു മനോഹരമായ ഒരു എന്താണ്, ഒരു പരസ്പരം ഇണക്കമുള്ള ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ആക്കി മാറ്റണം. എങ്ങനെ? മുതല്ലമ്മിലുൽ ജമീഅ്, എല്ലാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പരസ്പരം ഇണക്കമുള്ള ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം. ബിദൂനി ഇഖ്റാജി അഹദ് മിനദ് ദാരിസീന, ഒരാളെയും ഒഴിവാക്കി നിർത്താതെ, ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരില് ഒരാളെയും ഒഴിച്ചു നിർത്താതെ എല്ലാവരെയും അണച്ചു പിടിച്ചുകൊണ്ട് ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനാണ് തഅലീമുൽ മുതവമ്മിൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ ക്ലാസ് റൂമിൽ കാഴ്ച പരിമിതിയുള്ള ആൾക്കാരുണ്ടാവും, നന്നായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. നിനക്ക് ബ്രെയിൻ ലിവി ഉപയോഗിച്ച് മാത്രമേ പറ്റൂ, അതുകൊണ്ട് നീ ഈ ക്ലാസ് ഇരിക്കണ്ട എന്നൊരു മാത്സ് അധ്യാപകന് പറയാൻ പറ്റുമോ? കാഴ്ചയില്ലാത്തവരോട്. അതുപോലെ ചിലപ്പോൾ കേൾവി പരിമിതി ഉണ്ടാവും. ആ കേൾവി പരിമിതി ഉള്ളവരോട് ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ പോയിരുന്നു നീ കേട്ടാ മതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവനോട് ഫ്രണ്ട് ബെഞ്ചിൽ വന്നിരുന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി കേൾക്കാൻ വേണ്ടി പറയും. അപ്പോ അത്തരത്തിലുള്ള എന്താണ്, എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി മാനസികപരമായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ എന്ത് ചെയ്യുക? ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടാതെ
ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലൂടെ ആ സ്കൂളിൽ തന്നെ പ്രത്യേക പരിഗണന കൊടുത്ത് പഠിക്കുക, ഒരു ക്ലാസ്സിൽ തന്നെ പരിഗണന കൊടുത്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് താലിമുൽ മുത്തളമ്മിൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ സാധാരണ 2 രൂപത്തിലുള്ള താലിമുൽ മുത്തളമ്മിനാണ് നമ്മൾ പറയുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ 2 രൂപത്തിലാണ് ജനറലി നമ്മൾ പറയാനുള്ളത്. ഒന്ന്, സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടില് പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, സാമ്പത്തികപരമായിട്ട് ഒരുപാട് വെല്ലുവിളി നേരിടുന്ന സമുദായമാണ് മുസ്ലിം സമുദായം. മുസ്ലിം സമുദായം മാത്രമല്ല കേട്ടോ, എല്ലാവരിലും എന്തുണ്ട്, ഈ പറയുന്ന സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടും വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇപ്പൊ SC/ST ഒക്കെ പോലത്തെ ഒരുപാട് സാമ്പത്തികമായും സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നോർമൽ സ്കൂളിലേക്ക് വിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അവരെ എന്താണ്, ഈ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള വർണ്ണ വിവേചനങ്ങളൊന്നും കൂടാതെ അവരെ ഒരുമിച്ച് കൂട്ടണം എന്നാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉൾക്കൊള്ളുന്നത്. രണ്ടാമത്തത്, അത്തുഫാൽ യുവാദിഹൂന തഹദിയാത്തുൽ ജിസ്മിയ വൽ അഖ്ലിയ, മാനസികപരമായും ശാരീരികപരമായിട്ടും വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പൊ ഞാനത് നേരത്തെ പറഞ്ഞതാണ്. ഇപ്പം സെറിബ്രൽ പാലസി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുണ്ട്, നമുക്കത് പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ജിസ്മിയ വൽ അഖ്ലിയ, മാനസികപരമായിട്ടും എന്താണ് ശാരീരികപരമായിട്ടുമുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്ന്, ഖില്ലത്ത് സമഇ വൽ ബസർ, കാഴ്ച പരിമിതിയും കേൾവി പരിമിതിയും ഉള്ള ആൾക്കാർ. അതുപോലെ ഖില്ലത്തുൽ ഇന്തിബാഹ്, എന്താണ് ശ്രദ്ധാക്കുറവുള്ള വ്യക്തികൾ. അതുപോലെ തഖല്ലുഫുൽ ഹറക്കി, ചലന വൈകല്യങ്ങളുള്ളവർ, അഥവാ നടക്കാനൊന്നും അല്ലെങ്കിൽ നേരെ ചൊവ്വ കൈയെടുത്ത് പൊക്കാൻ പോലും പറ്റാത്ത ആൾക്കാർ, നടക്കാനൊന്നും കഴിയാത്ത ആൾക്കാർ. അതുപോലെ തന്നെ തഖല്ലുഫുൽ അഖ്ലി, ബുദ്ധി കുറവുള്ള ആൾക്കാർ. തഖല്ലുഫുൽ മദ്രസി, പഠനം പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ അശുദൂദ്, ഓട്ടിസം ബാധിച്ച ആൾക്കാർ, ഓട്ടിസം ബാധിച്ച വിദ്യാർത്ഥികൾ. അതുപോലെ തന്നെ ശിലലു ദിമായി, സെറബറൽ പാലസി ഒക്കെ ബാധിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ. അപ്പൊ ഇവരെയൊക്കെ എന്ത് ചെയ്യണം, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാതെ, പുതിയ ഒരു സ്കൂളിലേക്കൊന്നും മാറ്റപ്പെടാതെ നിലവിലുള്ള എൻവയോൺമെന്റിൽ തന്നെ സാധാരണ വിദ്യാർത്ഥികളോടൊപ്പം പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയാം. അപ്പോ ഇവിടെ അധ്യാപകൻ എപ്പോഴും നിലനിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ബഹുമാനത്തോടു കൂടി എന്ത് ചെയ്യണം, അവരുടെ വെല്ലുവിളികളെ അധ്യാപകൻ മനസ്സിലാക്കുകയും അതനുസരിച്ച് കൊണ്ട് അവന് വേണ്ട പരിഗണന നൽകുകയും ചെയ്യണം. വളരെ എന്താണ്, ഒരു സാമൂഹിക പ്രതിബദ്ധത എന്ന കണക്കിൽ എന്ത് ചെയ്യണം, അധ്യാപകൻ ആ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നാണ് പറഞ്ഞു വെച്ചത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് വസായിലു തഅലീമിയ, നമ്മുടെ ആക്ടിവിറ്റി ലേണിംഗ് എയ്ഡുകളും ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ്. വസായിലു തഅലീമിയ, ലേണിംഗ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട സംഭവമാണ്. ലൈസ മിൻ ഫവായിദുൽ വസായിലു തഅലീമിയൽ ഹദീസ, ആധുനികപരമായിട്ടുള്ള എഡ്യൂക്കേഷണൽ രംഗത്തെ വസായിലിൽ അതിന്റെ പ്രത്യേകതകളിൽ പെടാത്തത് എന്താണ്? ജഅലൽ അമലിയത്തു അക്സറ മുമിലിൻ, വളരെ മടിയുള്ളതാക്കി മാറ്റുന്നുണ്ട് വസായിലു തഅലീമി, പഠനത്തെ. മുസാഅദത്തുൽ മുഅല്ലിമീന ഫി തദ്രീസ്, ഈ ടീച്ചിങ്ങിൽ അധ്യാപകരെ സഹായിക്കുന്നുണ്ട്. തഹ്ദീർ തുല്ലാബ്, വിദ്യാർത്ഥികളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മുസാഅദത്തി അസ്ഹാബിൽ ഹിമം, ആവശ്യക്കാർക്ക് അത്താണിയാവുന്നുണ്ട്. അതായത് ഈ വസായിലു തഅലീമി ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്. ഇതിലേതാണ് വസായിലു തഅലീമിയത്തിൽ ഹദീസയിൽ അതിന്റെ നേട്ടങ്ങളിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്?
ജഅലൽ അമലിയത്തി അക്സറ മുമല്ലൻ എന്നുള്ളതാണ് പറഞ്ഞത്. തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ലൈസ മിനൽ വസായിലു തദ്രീ ടൈപ്പ് ഓഫ് ഈ പറയുന്ന ലേണിംഗ് സംഭവങ്ങൾ പറയുന്ന വസായിലു തഅലീമി പറയുന്ന സമയത്ത് ഒരു സാധനമാണ് എന്ത് ഈ പറയുന്ന ബസ്വരിയ എന്ന് പറയുന്ന സംഭവം. സമഇയ്യ, ബസ്വരിയ, അതുപോലെ തന്നെ ബസ്വരിയ, മറഇയ്യ, അങ്ങനെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് വസായിലു തഅലീമ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് വസായിലു തഅലീമിയ തദ്രീസിയത്തിൽ ബസ്വരിയയിൽ പെടാത്തത് എന്താണ്? ഓക്കെ, വിഷ്വൽ എയ്ഡ്സിൽ പെടാത്തത് എന്നുള്ളതാണ്. സൂറത്ത് സൗദ ബ്ലാക്ക് ബോർഡ് ആണോ, അസ്വർ പിക്ചേഴ്സ് ആണോ, മുലസ്സിക്കാത്ത് ആണോ, മുലഫു സൗത്തി ആണോ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ മുൽഫു സൗത്തി എന്നുള്ളതാണ്. മുലസക്കാത്ത് എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിരുന്ന ഒരാള്, മുലസക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഈ പറയുന്ന ഡിസ്കോഴ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ആക്കുന്ന സാധനത്തിന് മുലസക്കാത്തുകൾ എന്ന് പറയാം. അപ്പം നമുക്ക് നമ്മുടെ തസ്നീഫി അലൽ ഹവാസ്, നമ്മുടെ എന്താണ് നമ്മൾ കാണുന്നത് അനുസരിച്ച് കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് വസായിലു തഅലീമ ഡിസ്കസ് ചെയ്യാന്നുള്ളത്. ഒന്ന് വസായിലുൽ ബസ്രിയാണ്. പല രൂപത്തില് ഈ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു സാധനമാണ് വസായിലു തഅലീമിയ എന്നുള്ളത്. അപ്പോ ഈ വസായിലു തഅലീമ ആക്ടിവിറ്റി ലേണിംഗ് എയ്ഡ്സിനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് വസായിലുൽ ബസ്രിയ എന്ന് പറയുന്നത്. അതായത് എല്ലാത്തി തുഹാത്തിബു അസാസൻ ഹസത്തുൻ നളർ, കാഴ്ച എന്നുള്ള ഒരു എന്താണ് ബേസിലാണ് ഈ പറയുന്ന വസായിലുൽ ബസ്രിയ വരാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് വരാറുള്ളത് അസ്സുവർ വൽ അഫ്ലാമി സാബിത്ത, എന്താണ് സുവർ ചിത്രങ്ങൾ വരാറുണ്ട്. അൽ അഫ്ലാമു സാബിത്ത, അത് എന്താണ് നമ്മുടെ സ്റ്റിൽ പിക്ചേഴ്സ് വരാറുണ്ട്. അർ റസൂമാത്ത്, മറ്റേ വരകൾ വരാറുണ്ട്. അൽ മനാദിർ ത്വബിഅ, നമ്മുടെ എന്താണ് പ്രകൃതിപരമായിട്ടുള്ള കാഴ്ചകൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഖറായിത്ത്, ചാർട്ടുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ നമാദിജുൽ മുജസ്സിമ, നമാദിജുൽ മുജസ്സിമത്തായിട്ടുള്ള മോഡലുകളൊക്കെ വരാറുണ്ടെന്നുള്ളതാണ്. പ്രൊജക്റ്റീവ് മോഡൽസുകൾ വരാറുണ്ടെന്നാണ്. മുജസ്സിമ, വൈറൽ മുജസ്സിമ എന്നുള്ള മറ്റൊരു ക്ലാസിഫിക്കേഷൻ തന്നെ പിന്നീട് പറയാനുണ്ട്. അപ്പൊ വസായിലുൽ ബസ്രിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കാഴ്ച കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളെ സഹായകരമാകുന്ന ചില ആക്ടിവിറ്റി എയ്ഡുകളാണ്. എയ്ഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പൊ ചിത്രങ്ങളിലൂടെ കുട്ടികളെ കാണിച്ചു പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ തന്നെ ചലനചിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ മനാദിർ ത്വബിഅ, നാച്ചുറലിസ്റ്റിക്കിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ ചാർട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന വസായിലുൽ ബസ്രിയയിൽ പെട്ടതാണ്. അടുത്തത് വസായിലു സമഇയ്യ, നമ്മുടെ കേൾവിപരമായിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് വരുന്നത് തസ്ജീലാത്ത് സൗത്തിയ, അൽ മുലഫി സൗത്തി, നമ്മുടെ ഓഡിയോ ഫയലുകൾ ഉണ്ട്. ഓക്കെ, ഓഡിയോ ഫയൽസ്, നിങ്ങളൊക്കെ വീഡിയോ ക്ലാസ് ആണോ ഓഡിയോ ക്ലാസ് ആണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ടല്ലോ. ആ ഓഡിയോ ഫയൽസ് ഒക്കെ വസായിലു സമഇയ്യയിൽ വരുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇദാഅത്തുൽ മദ്റസിയ, എന്താണ് സ്കൂൾ റേഡിയോ. അൽ ഇദാഅത്തുൽ മസ്മുഅ മിനർ റേഡിയത്തുൽ അസ്വാത്ത് ത്വബിഅ, നോർമൽ റേഡിയോസ്. അതുപോലെ തന്നെ സ്കൂൾ റേഡിയോസ് ഒക്കെ ഈ പറയുന്ന എന്താണ് വസായിലു സമഇയ്യയിൽ പെടുന്ന ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. വസായിലുൽ മർഇയ്യയിൽ പെട്ട ഒരു സാധനമാണല്ലോ സബൂറ എന്നുള്ളത്. അപ്പൊ ഇസ്തിഖ്ദാമി സബൂറ, ഈ ബ്ലാക്ക് ബോർഡ് യൂസിങ് സ്കില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇത് ആക്ച്വലി ഈ പറയുന്ന ആക്ടിവിറ്റി എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻസ് അല്ല ഇത്. ഇത് ആക്ച്വലി പറയപ്പെടേണ്ടിയിരുന്നത് നമ്മുടെ എന്താണ് മഹാറത്തുൽ മുഅല്ലിം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ മഹാറത്തുൽ മുഅല്ലിമുമായി ബന്ധപ്പെട്ട ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ് ഇസ്തിഖ്ദാം സബൂറ എന്ന് പറയുന്നത്.
അത് പല മഹാറത്ത് തദ്രീസിയ ഒരുപാടുണ്ട്, ഏകദേശം 10-12ഓളം മഹാറത്ത് തദ്രീസിയ ഉണ്ട്. ഇൻഷാല്ലാ നമ്മളത് ക്ലാസ് ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ഇതിന്റെ അകത്ത് ഇസ്തിഖ്ദാമു സബൂറയുടെ എന്താണ് ആ ഒരു കഴിവിൽ പെടാത്ത ഏതൊക്കെയാണ്? ഒന്ന്, ഹിജുമുൽ കലിമാത്തുൽ മക്തൂബത്തിൻ കബീർ. എന്താണ്? നമ്മൾ എഴുതപ്പെടേണ്ട ആ ഒരു കലിമകളുടെ സൈസ് വലുതാകുക. അത്തലാമീദ് യഷ്തരിക്കൂന ഫിൽ കിതാബത്തി അസ്സബൂറ അല സബൂറ. അത്തലാമീദ് വിദ്യാർത്ഥികൾ യഷ്തരിക്കൂന അവർ പങ്കെടുക്കുന്നു ഫിൽ കിതാബത്തി അല സബൂറ. എന്താണ്? ബ്ലാക്ക് ബോർഡിലേക്ക് ഓരോ വിദ്യാർത്ഥികളെയും കൊണ്ടുവച്ച് എഴുതിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അൽ ഇസ്തിഫാദത്തു മിൻ അസ്ഫലി സബൂറ. എന്താണ്? ആ ബ്ലാക്ക് ബോർഡിന്റെ ഏറ്റവും താഴെ ഭാഗത്ത് നിന്നും എന്താണ് അതിന്റെ ഒരു ഉപയോഗം എടുക്കുന്നു. ഇസ്തിഖ്ദാമി അൽ മാസിഹത്തു ബിഇഖ്തിറാസിൻ. എന്താണ്? ഈ ഇസ്തിഖ്ദാമിൽ മാസിഹ എന്ന് വെച്ചാൽ ഡസ്റ്റർ ഉപയോഗിക്കുന്നു. ഇഖ്തിറാസിൻ മോശത്തമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് ഡസ്റ്റർ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതാണ് ഇസ്തിഖ്ദാമു സബൂറയിൽ പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നമുക്കറിയാം ഇസ്തിഫാദത്ത് മിൻ അസ്ഫലിൽ സബൂറ എന്നുള്ളതാണ് അല്ലെ. താഴെ കൊണ്ടൊന്നും ബ്ലാക്ക് ബോർഡിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തെ അല്ല നമ്മളത് ഉപയോഗിക്കേണ്ടത്. ബ്ലാക്ക് ബോർഡ് ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, ബാക്കിയൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് ചോദ്യം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ ഒരു സാധനമാണ് ഹുജുമുൽ കലിമാത്തുൽ മക്തൂബത്തിൻ കബീറൻ. വലിയ രൂപത്തിലുള്ള എന്താണ്, അഥവാ എഴുതുന്ന സമയത്ത് എന്താണ് വലിയ രൂപം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതാ യുസായിദു ഫി ജഅലൻ നസി മറഇയൻ വവാദിഹ്. അതെന്ത് ചെയ്യും? നമ്മളെ ആ എഴുതുന്ന ആ ഒരു കണ്ടന്റിനെ വിദ്യാർത്ഥികൾക്ക് നല്ല രൂപത്തിൽ കാണാനും അതുപോലെ തന്നെ വളരെ വ്യക്തതയോടുകൂടി കാണാനും സഹായിക്കും. ക്ലാസ് റൂമിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മിമ്മ യുസഹിലു അലൽ ജമീഇ മുതാബഅത്തിൻ വശർഹിൻ. ആ കാര്യത്തെ വിശദീകരിക്കാനും അതിനെ പിൻപറ്റാനും, അതായത് ആ എഴുതിയ ടെസ്റ്റ് വെച്ചുകൊണ്ട് കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അധ്യാപനം എളുപ്പമാക്കുന്നുള്ളതാണ്. പിന്നെ അത്തലാമീദു യഷ്തരിക്കൂന ഫിൽ കിതാബത്തി അല സബൂറ. ഇത് എന്താണ്? ഒരു വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? ഇപ്പോ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബ്ലാക്ക് ബോർഡ് യൂസിങ് കൂടുതലായിട്ട് നിൽക്കുന്ന സമയമാണ്. നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോ നമ്മുടെയൊക്കെ കാലഘട്ടത്തില് ടീച്ചർ എന്ത് ചെയ്യാറുണ്ട്? ചില കണ്ടന്റുകൾ ചില സമയത്ത് ഡിറ്റക്ഷൻ എടുത്ത മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് വാക്കുകൾ പറയും. ആ വാക്ക് എന്ത് ചെയ്യും? ബ്ലാക്ക് ബോർഡിൽ വന്ന് എഴുതാൻ പറയും. നോട്ട്ബുക്കിൽ എഴുതണ്ട, ബ്ലാക്ക് ബോർഡിൽ വന്ന് എഴുതാൻ പറയും. അത് UP തലങ്ങളിലാണ് അത്തരത്തിൽ കൂടുതലായിട്ട് പഠിപ്പിച്ച് കാണാറുള്ളത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിയിലുള്ള എഴുത്ത് ശൈലികളൊക്കെ, അതോടൊപ്പം തന്നെ ആ ഒരു പ്രവർത്തനത്തിൽ കുട്ടികൾക്കിടയിലുള്ള ഒരു പ്രോത്സാഹനം വളർത്താനാണ്. യുഷജാഹുൽ മുഷാറക്കത്ത് ഫി അൽത്തിമത്തുല്ല. കുട്ടികൾക്കിടയിൽ ഒരു ആക്റ്റീവ്നെസ് ഒക്കെ എന്തെയും വളർത്തും. മിമ്മ യസീദ് മിൻ തഫാഉലിഹിം വഇൻഖിറാതിഹിം ഫി ദറസ്. കുട്ടികള് അവരുടെ എന്താണ് കോപ്പറേറ്റീവ്സും അതോടൊപ്പം തന്നെ അവരിങ്ങനെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ ഇതൊരു സഹായകരമാകും. കാരണം എന്താണ്? അവനെയും കൂടി പരിഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ തന്നെ ഇസ്തിഖ്ദാമിൽ മാസിഹത്തി ബി ഹറസിൻ. അതായത് എന്താണ്? ഈ ഡസ്റ്റർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് മോശമായിട്ടുള്ള വാക്കുകളൊക്കെ എന്താക്കുക, മായ്ക്കാൻ വേണ്ടി ഡസ്റ്റർ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. ഇഖ്തിർ അൽ ഇബാറത്തി സ്വഹിയ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയായി തിരഞ്ഞെടുക്കുക. അൽ അസ്വാ ഹിയ ലൈസത്ത് മിനൽ വസായിൽ തഅലീമിയ. ലേണിംഗ് എയ്ഡ്സിൽ പെടാത്തൊരു സാധനമാണ്, ടീച്ചിങ് എയ്ഡ്സിൽ പെടാത്തൊരു സാധനമാണ് വടി എന്നുള്ളത്. കിതാബിൽ മുദാരിസി ഹുവ ലൈസ മിനൽ വസായിൽ തദ്രീസിയ. ടീച്ചിങ് എയ്ഡ്സിൽ പെടാത്തൊരു സാധനമാണ് കിതാബു ദാരിസ് എന്നുള്ളത്. അൽ കിതാബുൽ മുക്കറർ. കിതാബു ദാരിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിതാബുൽ മുക്കറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സാധനം ടെക്സ്റ്റ് ബുക്ക് എന്നാണ് അർത്ഥം. ഹുവ ലൈസ മിനൽ വസായിൽ തദ്രീസിയ. അൽ വസായിദത്തുൽ മുതഅദ്ദിദ ഹിയ ലൈസ മിനൽ വസായിൽ തഅലീമിയ. ലേണിംഗ് എന്താണ്? ലേണിംഗ് എയ്ഡ്സിൽ പെടാത്തൊരു സാധനമാണ് ഈ പറയുന്ന വസായിത്തുൽ മുതഅദ്ദിദ. എന്ത്? നമ്മുടെ മൾട്ടിമീഡിയ എന്ന് പറയാം. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? വടി ഈ പറയുന്ന വസായിൽ തഅലീമിൽ പെടാത്തതാണെന്നുള്ളതാണോ? ടെക്സ്റ്റ് ബുക്ക് വസായിൽ തഅലീമിൽ പെടാത്തതെന്നുള്ളതാണോ?
ഈ പറയുന്ന വസായിത്തുൽ മുതഅദ്ദിദ ലേണിംഗ് എയ്ഡ്സിൽ പെടാത്തത് ആണ് എന്ന് പറയുന്നതാണ്. ഏതാണ് ശരിയായി വരുന്നത്? ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? ആരും റെസ്പോൺസ് ചെയ്ത് കാണുന്നില്ല, ഒരാൾ മാത്രമാണ് റെസ്പോൺസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും അതിന്റെ ആൻസർ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, വടി നമ്മൾ സാധാരണ ഈ പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വടി എന്നുള്ളത്. അത് ഉപയോഗിക്കാൻ പാടില്ല. അതൊരിക്കലും മസാല താഴ്മയിൽ പെടാത്തൊരു സാധനമാണ്. അതാണ് ശരിയായി വരിക. ബാക്കിയെല്ലാം മൾട്ടിമീഡിയാസും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക്, ഹാൻഡ് ബുക്ക് ഒക്കെ ഈ പറയുന്ന ഉപയോഗിക്കുന്നതാണ്. അപ്പോ നമ്മുടെ മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, യഷ്തമിലു കിതാബുൽ മുഅല്ലിം, ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? തൗജീഹുൻ ആമുലിൽ മുഅല്ലിം, അധ്യാപകന് വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. തൗജീഹു ഫി ഇദാറത്തിൽ മദറസ, എന്താണ് ഒരു സ്കൂളിന് വേണ്ടിയിട്ടുള്ള അതിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് ആവശ്യകതകളാണോ വരുന്നത്? തൗജീഹു ഫി ഇദാറത്ത് സഫ്, ക്ലാസ് റൂം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഒരു നിർദ്ദേശങ്ങളാണ് കിതാബുൽ മുഅല്ലിം. ഹാൻഡ് ബുക്കിലാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്കല്ല, ഹാൻഡ് ബുക്കിൽ ഉണ്ടാവുക. അൽ അവ്വലു വസാലിസ് മഅൻ, ഒന്നാമത്തതും മൂന്നാമത്തതും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അതായത് എന്താണ്, അധ്യാപകന് വേണ്ടിയിട്ടുള്ള പൊതുവായ നിർദ്ദേശങ്ങളും ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിനുള്ള പൊതുവായ നിർദ്ദേശങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോ ഇത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം സംഭവം മനസ്സിലായിട്ടുണ്ട്. ഓപ്ഷൻ ഡി തന്നെയാണ് ശരിയായ വര. ഓക്കെ, കിതാബുൽ മുദദ്ദിസ് ഔ കിതാബുൽ മുഅല്ലിം, ഹാൻഡ് ബുക്ക് എന്ന് പറയാം. ഹുവ ഹദ്ഫുൻ ദലീലുൽ മുഅല്ലിമി ലിതൗഫീരി ഇർഷാദാത്തിൽ മുഅല്ലിമീന അല്ലദീന യർഗബൂന ഫി തൻഫീദിൽ അസാലിബി വാൻഷിദത്തു തദ്രീസ്. ഹുവ ഹദ്ഫു ദലീലുൽ മുഅല്ലിം, ഒരു അധ്യാപകന്റെ എന്താണ് ഒരു ദലീലാണ്, ഒരു എന്താണ് തെളിവായിട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ അധ്യാപകനെ സഹായകരമാകുന്ന ഒരു എന്താണ് ഒരു പ്രത്യേക സാധനമാണ് ഈ പറയുന്ന കിതാബുൽ മുദദ്ദിസ്, ഹാൻഡ് ബുക്ക് എന്ന് പറയാം. എന്തിനു വേണ്ടി? ലി തൗഫീരി ഇർഷാദത്തുൽ മുഅല്ലിമീൻ, അധ്യാപകന് ചില സൂചനകൾ നൽകാൻ വേണ്ടി. തൗഫീർ എന്ന് വെച്ചാൽ പകരുക എന്നർത്ഥത്തിലാണ്. ഇർഷാദ് എന്താണ് നിർദ്ദേശങ്ങൾ പകരാൻ വേണ്ടിയിട്ട്. അല്ലദീന യർഗബൂന, ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ഫി തൻഫീദിൽ അസാലിബി വൻഷിത തദ്രീസ്, എന്താണ് ആക്ടിവിറ്റി പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ടീച്ചിങ് എന്താണ് സ്റ്റൈലുകളോ ഒരു എന്താണ് എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വിദ്യാർത്ഥികൾക്ക് കുറെ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു വഴികാട്ടിയാണ് കിതാബുൽ മുദദ്ദിസ് എന്ന് പറയാം. അതായത് ഇദ്ഖാലി തതറുഫി വൽവാഹിലിൽ ഹസാസത്തുൽ ഉഖ്റാ ഫിൽ അസ്ൽ, ക്ലാസ് റൂമിനുള്ളിൽ എന്താണ് ഒരു പ്രത്യേകത്തിലുള്ള എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പഠിപ്പിക്കുന്ന വിഷയത്തെ എന്താണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്ന ഒരു പുസ്തകമാണ് കിതാബുൽ മുദദ്ദിസ് എന്ന് പറയാം. അടുത്തത് ചോദ്യം നോക്കിക്കോണം. ലൈസത്ത് മിനൽ മവാസിഫാത്തുൽ കുത്തുബുൽ മദ്റസി, ടെക്സ്റ്റ് ബുക്ക്, കുത്തുബുൽ മദ്റസി എന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ പ്രത്യേകതകളിൽ പെടാത്തത് ഏതെന്നുള്ളതാണ്. മിറാഅത്ത് ഷക്കില് വനൗഇൽ വറക്ക്, എന്താണ് അതിന്റെ സ്റ്റൈലുകളെയും അതോടൊപ്പം തന്നെ പേപ്പറിന്റെ രൂപത്തെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ്. മുനാസിബത്തുൽ അദദിൽ ഹിസ്സ, എന്താണ് ക്ലാസിന്റെ പീരീഡുകൾക്ക് അനുസരിച്ച് കൊണ്ട് അനുയോജ്യമാക്കുന്നു. ലാസിമുൻ അയ്യകൂന മുതഅദ്ദിദത്തുൽ അൽവാൻ, അതിന്റെ എന്താണ് നിറങ്ങൾ, അതായത് അതിന്റെ കണ്ടന്റുകൾ വ്യത്യസ്തമാകാൻ അനുകരിക്കുന്നു. അൽ ഇൽത്തിസാമു ബിൽ മൻഹജ്, കരിക്കുലത്തിന് ബേസ് ചെയ്യിക്കുന്നുണ്ട്. കരിക്കുലം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കുത്തുബുൽ മദാറസി ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ
അയ്യക്കൂന മുത്തഅദ്ദിദത്തുൽ അൽവാൻ എന്നുള്ളതാണ്. അതായത് അയ്യക്കൂന മുത്തഅദ്ദിദത്തുൽ അൽവാൻ എന്ന് പറഞ്ഞാൽ നിറങ്ങൾ കൂടുതൽ ഉണ്ടാവുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, നിറങ്ങൾ കൂടുതൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നിറങ്ങൾ കൂടുതൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പിന്നെ നിങ്ങളൊക്കെ ഓപ്ഷൻ എ ആണ് കൊടുത്തത്, മിറാഅത്ത് ഷക്ലി വ നൗഉൽ വർക്ക് എന്ന് പറഞ്ഞില്ലേ. അതായത് നല്ല ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയണത്, നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്താണ് സ്റ്റൈലിൽ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ്. നമ്മള് വലിച്ചു വാരി നിങ്ങള് യൂണിവേഴ്സിറ്റി, ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ താരിഖുൽ അദബിന്റെ ഒക്കെ PDF കണ്ടിട്ടുണ്ടാവും. ആ ടെക്സ്റ്റ് ബുക്കും സ്കൂളിലുള്ള 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കും കണ്ടാൽ നിങ്ങൾക്ക് ഏത് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക? നിങ്ങളൊന്ന് പറയാം. സ്കൂൾ ടെക്സ്റ്റ്, യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് തന്നാൽ ഏതാണ്? സ്കൂൾ ടെക്സ്റ്റ് ആണ്. കാരണം എന്താ? അധികം ഉണ്ടാവില്ല, ഇമ്പോർട്ടന്റ് മാത്രം ഉണ്ടാവില്ല. അതിനകത്ത് ഇമ്പോർട്ടന്റ് മാത്രമല്ല, അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ. കാരണം കുറെ കളേഴ്സ് ഉണ്ട്, ഉപയോഗിക്കാറുണ്ട്, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പറയാറുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, അത് മാത്രം വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് വയ്ക്കാൻ നല്ല രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് അതിന്റെ ഒരു എന്താണ് അതിന്റെ രൂപം, അതായത് ടെക്സ്റ്റ് ബുക്കിന്റെ രൂപം, അതുപോലെ തന്നെ അതിന്റെ പേപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം കുറച്ചുകൂടി വ്യത്യസ്തമുള്ള സാധനമാണ്. അപ്പം അതൊക്കെ എന്താണ് പരിഗണിക്കുക എന്നുള്ള നല്ലൊരു എന്താണ് ടെക്സ്റ്റ് ബുക്കിന്റെ പ്രത്യേകതയാണ്. അല്ലാതെ കളറ് എന്താണ് അധിക കളർ ഉപയോഗിക്കുക എന്നുള്ളത് വലിയ പ്രത്യേകത. ഇപ്പൊ കളർ ഇല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ പല ടൈപ്പ് എന്താണ് പിക്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതായത് പിക്ചേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കളറൊന്നും ഇല്ലാത്ത പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ സിക്കാല എന്നുള്ള ഒരു പുസ്തകമുണ്ട്, BEd പഠിക്കാനുള്ള ഒരു പുസ്തകമാണ്. അത് കളർ കോപ്പി ഒന്നും അല്ല, പക്ഷെ അതിൻ്റെ അകത്ത് കുറെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിക്കാൻ നല്ല രസമുള്ള ഒരു ബുക്കാണത്. അതേപോലെ കളർ കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളതൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാത്തൊരു വിഷയമാണ് എന്നുള്ളതാണ്. ഉപയോഗിച്ചുകൂടാന്നല്ല, ഉപയോഗിക്കുന്നൊരു പ്രശ്നമല്ല, പക്ഷെ അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഓക്കെ, മിൻ അൻവാഇൽ വസായിത്തുൽ മുതഅദ്ദിദ, ഈ മൾട്ടിമീഡിയാസിൽ പെട്ട സംഭവങ്ങൾ എന്താണ്? റസൂമുൽ മുത്തഹരിക്ക, ചലനചിത്രങ്ങളാണോ? അഫ്ലാം, ഫിലിമുകളാണോ? അന്നസുൽ ഇലക്ട്രോണിക് കണ്ടന്റുകളാണോ? ജമിഉ മാ ദിക്റ, ഈ പറയപ്പെട്ടവ എല്ലാമാണോ എന്നുള്ളതാണ്. നമ്മളിത് കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് PK കൂടിയാണ് കേട്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചോദ്യം കൂടിയാണ്, മുമ്പ് വർഷത്തെ ഒരു ചോദ്യം കൂടിയാണ് ഈ സാധനം. ഓക്കെ, ഈ പറയപ്പെട്ടവ എല്ലാം വരും. ഓക്കെ, അപ്പം വസായിത്തു ദാത്ത് മുതഅദ്ദിദത്തുൽ വസായിത്ത് എന്ന് പറയും, മൾട്ടിമീഡിയാസ് എന്ന് പറയും. അതൊരു ആധുനികപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് പെട്ട ഒരു സംഭവമാണ് ഈ പറയുന്ന വസായിലു തഅലീമിൽ പെട്ട ഒരു സാധനമാണ് വസായിലു ദാത്ത് മുതഅദ്ദിദത്തുൽ വസായിത്ത് എന്ന് പറയാം. അപ്പോ ഇസ്തഅമല ഇദ്ദത വസായിൽ മുഖ്തലിഫത്തുൻ ലിതഖ്ദീമിൽ മുഹ്തവ ബിത്വരീഖത്തി തഫാഉലി, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിലൂടെ കണ്ടന്റ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ് മെത്തേഡുകളാണ്, മീഡിയാസ് ആണ് ഈ പറയുന്ന വസായിലു ദാത്ത് മുതഅദ്ദിദ എന്ന് പറയാം. അതിൽപ്പെട്ട സാധനങ്ങളാണ് നസുൽ ഇലക്ട്രോണിക് കണ്ടന്റുകള്, അഫ്ലാം ഫിലിമുകള്, റസൂമുൽ മുത്തഹറക്ക ചലനചിത്രങ്ങള്, വീഡിയോ, ഷബക്കത്തുൽ ആലമിയ ഇന്റർനെറ്റ്, ഇതൊക്കെ ഈ പറയുന്ന വസായിലു ദാത്ത് മുതഅദ്ദിദത്തുൽ വസായിത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഇനി ചില ടെർമിനോളജീസ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇഖ്തറ സ്വഹീഹ് മിനത്താലെ, താഴെ തന്നിരിക്കുന്ന ശരിയെ തന്നെ എടുക്കാം. മഹാറ സ്കില്ല്, തഷ്ഖീസ് പേഴ്സണാലിറ്റി, വഹ്ദ വൺ, അൽ മുഹാദസ മോഡേണിറ്റി. ഇതിലേതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്? മഹാറ എന്നുള്ള സ്കില്ലാണോ, തഷ്ഖീസ് പേഴ്സണാലിറ്റി ആണോ, വഹദ വൺ ആണോ, മോഡേണിറ്റി ആണോ? ഇതിലേതാണ് ശരിയായി വരാ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എല്ലാരും ഉത്തരം പറഞ്ഞോ? രണ്ടുപേരാണ് പറഞ്ഞു കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാണ്, ഈ വഹിദയ്ക്ക് നമ്മൾ എന്താ പറയാ? വഹിദയ്ക്ക് ജസ്റ്റ് ഒന്ന് OC പറഞ്ഞോളൂ കേട്ടോ, പ്രശ്നമല്ല. വഹിദയ്ക്ക് എന്താ പറയാ? യൂണിറ്റ്. മുഹാദസക്കോ? അല്ല, ഡിസ്കോഴ്സുകൾ എന്നാ പറയാ, ഡിസ്കോഴ്സുകൾ എന്നാണ്. അപ്പൊ തഷ്ഖീസ് എന്ന് വെച്ചാലോ? നമുക്ക് എന്തായാലും നോക്കാം. അല്ല, തഷ്ഖീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം.
ഷഖ്സിയത്ത് എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി എന്നാണ്. പക്ഷെ തഷ്ഖീസ് എന്ന് വെച്ചാൽ ഡയഗ്നോസിസ് എന്നാണ്. ഓക്കെ, ഹദാസ എന്ന് പറയും മോഡേണിറ്റി, മോഡേണിസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ പറയുന്ന ആധുനിക കാലഘട്ടത്തിലെ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ട്രെൻഡാണ്, ലിറ്റററി ട്രെൻഡാണ് മോഡേണിസം എന്ന് പറയാം. ഈ അലി അഹമ്മദ് ബാക്കസീറൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഈ മോഡേണിസത്തിന്റെ വ്യക്താക്കൾ എന്ന് പറയാം. മുഹാദസ എന്ന് വെച്ചാൽ ഡിസ്കോഴ്സുകൾ എന്നാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നുണ്ട്. ഷഖ്സിയത്ത് എന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി തന്നെയാണ്. വഹിദ എന്ന് വെച്ചാൽ വൺ ആണ്. വഹിദ എന്ന് വെച്ചാൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ വഹിദത്ത് എന്ന് പറയണം. അടുത്തത് അൽ കലിമത്തുൽ മുആദിലത്തി ഫി ഇക്തിസാബി ലുഗ. ഇക്തിസാബി ലുഗയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലാംഗ്വേജ് എബിലിറ്റി ആണോ, ലാംഗ്വേജ് ലേണിംഗ് ആണോ, ലാംഗ്വേജ് അക്വിസിഷൻ ആണോ, ലാംഗ്വേജ് സ്കില്ലാണോ ഇക്തിസാബി ലുഗ എന്ന് പറയാം? ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ, ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. ദിറാസത്തുൽ ലുഗ ഇക്തിസാബി ലുഗ. ഇക്തിസാബി ലുഗ എന്ന് വെച്ചാൽ ലാംഗ്വേജ് അക്വിസിഷൻ ആണ്. ഈ മഹാറത്ത് അൽ ഖുദ്റത്തുൽ ലുഗവിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് എബിലിറ്റി ആണ്. ദിറാസത്തുൽ ലുഗ എന്ന് പറയുന്നത് ലാംഗ്വേജ് ലേണിംഗ് ആണ്. ഇക്തിസാബി ലുഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷൻ ആണ്. മഹാറത്തുൽ ലുഗവിയ എന്ന് പറയുന്നത് ലാംഗ്വേജ് സ്കിൽസ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്തത് അൽ കലിമത്തുൽ മുആദിലത്തുൽ ഫിൽ ഇൻജിലീസിയത്തിൽ തഅല്ലുമുൽ ഇഫ്തിറാദി. തഅല്ലുമുൽ ഇഫ്തിറാദി എന്ന ഇംഗ്ലീഷ് എന്താണ് എന്ന അറബി പദത്തിന്റെ സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് പദം ഏതെന്നുള്ളതാണ് ചോദ്യം. വിർച്വൽ ലേണിംഗ് ആണോ, കമ്പൾസറി ലേണിംഗ് ആണോ, ഓപ്ഷണൽ ലേണിംഗ് ആണോ, ടെക്നിക്കൽ ലേണിംഗ് ആണോ? ഇത് കാറ്റഗറി 4 ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷെ ഇത് ചോദിക്കേണ്ടിയിരുന്നത് കാറ്റഗറി 3 ഓക്കെ, ഇത് കാറ്റഗറി 4 ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിപ്പിക്കാനില്ല. ഇതൊരു ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം ഈ പറയുന്ന വിർച്വൽ ലേണിംഗ് ആണ്. അപ്പൊ തഅല്ലുമുൽ ഇഫ്തിറാദി എന്ന് വെച്ചാൽ വിർച്വൽ ലേണിംഗ് ആണ്. തഅല്ലുമുൽ ഇൽത്തിസാമി അല്ലെങ്കിൽ ഇൽസാമി എന്നൊക്കെ കമ്പൾസറി ലേണിംഗ് ആണ്. നിർബന്ധിത വിദ്യാഭ്യാസം നമ്മൾ പറയും തഅല്ലുമുൽ ഇൽസാമി. തഅല്ലുമുൽ ഇഖ്തിയാരി എന്ന് വെച്ചാൽ ഓപ്ഷണൽ ലേണിംഗ് ആണ്. നമുക്ക് ഈ ഇപ്പോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് തന്നെ അവന് ഇഷ്ടപ്പെട്ട കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. മുമ്പ് ഉണ്ടായിരുന്നു CBSE മോഡലൊക്കെ. അതാണ് ഓപ്ഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്, തഅല്ലുമുൽ ഇഖ്തിയാരി. പിന്നെ തഅല്ലുമുൽ തഖ്നിയ എന്ന് വെച്ചാൽ ടെക്നിക്കൽ ലേണിംഗ്. ഓക്കെ, തഅല്ലുമുൽ തഖ്നിയ എന്നുള്ള ടെക്നിക്കൽ ലേണിംഗ്. ഇത്രയാണ് നമുക്ക് ഈ പെഡഗോജി ഭാഗത്ത് നിന്ന് ചോദ്യത്തില് വന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ഏപ്രിൽ 2024 PVQ ആയിക്കൊണ്ട് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ്. എന്തെങ്കിലും ഉണ്ടോ? വെർച്വൽ ലേണിംഗ് തഅല്ലുമുൽ ഇഫ്തിറാദിയ എന്ന് പറയാം. അതായത് വെർച്വൽ ആയിട്ടുള്ള ഒരു പഠന രീതിയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിക്കൊണ്ട് തന്നെ സംസാരിക്കേണ്ടതാണ്. അതായത് ഈ നമ്മളെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, വീഡിയോസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോ പഠിപ്പിക്കുന്ന ഒരു രൂപമുണ്ട്. ആക്ച്വലി ഈ ഓൺലൈൻ ലേണിംഗ് തന്നെയാണ് വെർച്വൽ ലേണിംഗ് എന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടി ഇപ്പം വീഡിയോസ്, അതായത് ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അവനേക്ക് എന്താണ് കുറച്ചുകൂടി ഈ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ICT ഉപയോഗിച്ച് പഠിപ്പിക്കലാണ് ഈ പറയുന്ന വെർച്വൽ ലേണിംഗ് എന്ന് പറയാം. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറയുന്ന വീഡിയോസ് ഉപയോഗപ്പെടുത്തുക, അതായത് ഇപ്പൊ 3D മോഡൽസ്, 3D വിഷ്വൽസ് ഒക്കെ അവനെ കാണിച്ചു പഠിപ്പിക്കാം. അങ്ങനെ പല ടൈപ്പ് സാധനമാണ് ഈ പറയുന്ന ഈ വിർച്വൽ ലേണിംഗ് എന്ന് പറയുന്ന സംഭവം. മനസ്സിലായോ? സ്മാർട്ട് ക്ലാസ് പോലത്തെ. സ്മാർട്ട് ക്ലാസ് പോലെ എന്ന് പറയാം. അതായത് ഈ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ഇലക്ട്രോണിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പറയാനുണ്ട്. തഅല്ലുമുൽ ഇലക്ട്രോണിക്, മനസ്സിലായോ? ആ തഅല്ലുമുൽ ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഈ പറയുന്ന വിർച്വൽ ലേണിംഗ് എന്ന് പറയുന്ന സംഭവം. സംജാ? ഓക്കേ സർ.
ഓക്കെ, ഇൻഷാല്ല നമ്മള് നിങ്ങള് സങ്കടപ്പെടണം കേട്ടോ, നമ്മള് വിർച്വൽ ലേണിംഗ് ഒക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോ ഇൻഷാല്ല ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ശുക്രൻ ജസീലൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും വൗസിക്കും വിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.